ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമിലാസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി വെറൈറ്റി ആയൊരു നൂഡിൽസാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു വെജിറ്റേറിയൻ നൂഡിൽസാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് സ്പെഗേറ്റി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലും. കാരണം നമ്മൾ സ്പെഗറ്റി കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് പറ്റി പിടിക്കാതിരിക്കാനാണ് ഇതേപോലെ ഓയിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്പെഗറ്റി ഇട്ട് കൊടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്യാം. ഒരു 8-9 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ സ്പെഗറ്റി കുക്കായി കിട്ടും. ഞാനൊരു 1/2 കിലോ സ്പെഗറ്റിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ സ്പെഗേറ്റി കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു അരിപ്പയിൽ സ്റ്റെയിൻ ആക്കി എടുക്കണം. സ്റ്റെയിൻ ആക്കിയതിന് ശേഷം നിങ്ങൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് സ്റ്റെയിൻ ആക്കി എടുക്കാം. അപ്പോൾ ആ ഒരു പശപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറി. നമുക്ക് സ്പെഗറ്റിയുടെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 4 മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണിത്. അങ്ങനെ ഉള്ളി നമുക്ക് വാടി വന്നിട്ടുണ്ട്. അധികം അടിഞ്ഞ് വാടേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഒരു വലിയ ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് കൊടുക്കാം. ഈ ക്യാരറ്റും ഒന്ന് വാടി വരട്ടെ. അങ്ങനെ ക്യാരറ്റും നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ഇതേപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും ഒരു പച്ച ടേസ്റ്റ് അങ്ങ് മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇതേപോലെ ക്യൂബ്സായി കട്ട് ചെയ്തത്. ഈ ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അങ്ങനെ ക്യാപ്സിക്കം നമ്മളൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 പീസ് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്കിൽ നോർമലി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല. ഇതിൽ നമ്മൾ ആകെ 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളൂ. അത് അത്ര വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ കൂടുതൽ ഫ്ലേവറായിട്ട് കൊടുക്കുന്നത് പെപ്പറാണ്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാഗി ക്യൂബിന് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ സ്പെഗറ്റിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സോസ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഒരു വലിയ പാത്രത്തിൽ തന്നെ എടുക്കുക, കാരണം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഒരു വലിയ പാത്രം നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ വെളുത്തുള്ളിൻ്റെ കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം.
ഈ മൈദപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൈദപ്പൊടി കട്ടൊന്നും കിട്ടൂല, ബട്ടറിലെല്ലാം നല്ലോണം അലിഞ്ഞ് വരും. ഈ മൈദപ്പൊടിൻ്റെ ഒരു പച്ച ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ കട്ട പിടിച്ച മൈദപ്പൊടി എല്ലാം ഒന്ന് എന്ത് ചെയ്യുക, അലിഞ്ഞ് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇത് മൈദപ്പൊടിയല്ല, ഇത് വെളുത്തുള്ളിയാണ്. ഇനി ഇതിലേക്ക് ഒരു 3 സ്ലൈസ് ചീസ്. ഈ ഒരു ചീസിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഈ ഒരു മൈദയും അതേപോലെ ചീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിച്ചോ. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ ഒറിഗാനോ ഇടുന്നത്. അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ്, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഈ ഒരു സോസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. സോസ് നല്ല തിക്കായി വരുന്നുണ്ട്. അധികം അങ്ങോട്ട് തിക്കാവണ്ട, ഒരു സോസി പോലെ ആയാൽ മതി. നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ആക്കി എടുക്കാം. ഇതെല്ലാം ഈ ഒരു ക്രീമി പരുവത്തിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണേ നിങ്ങൾ. അങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഈ ഒരു മസാല സോസിലേക്ക് കുക്ക് ചെയ്ത് വെച്ച സ്പെഗറ്റി ഇട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഗറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.